അമേരിക്കയുടെ ഭീതി കൂടുകയാണ്. ട്രംപിനെ ഞെട്ടിച്ച് റഷ്യ രംഗത്തെത്തുകയാണ്. നമുക്കറിയാം, റഷ്യയും ഇറാനും തമ്മിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക സാങ്കേതിക സഹകരണം അമേരിക്കയും നാറ്റോ സഖ്യത്തെയും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ള കാര്യം. റഷ്യ തങ്ങളുടെ അത്യാധുനിക ആണവ മിസൈൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നത് പോലെ തന്നെ ഇറാനും പശ്ചിമേഷ്യയിൽ അമേരിക്കൻ മേധാവിത്വത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഇതാ അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് റഷ്യ ഒരു വലിയ നീക്കം നടത്തിയിരിക്കുകയാണ്. 2026 ഓഗസ്റ്റ്, അതായത് ഈ മാസത്തിൽ ലോകശക്തികളുടെ പ്രതിരോധ നിരീക്ഷണ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് റഷ്യൻ നാവികസേന തങ്ങളുടെ ഏറ്റവും പുതിയ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. വിദേശ ശക്തികളുടെയും നാറ്റോ കൂട്ടായ്മകളുടെയും ഉപരോധങ്ങളെയും ഭീഷണികളെയും പൂർണ്ണമായിട്ടും തട്ടിമാറ്റി റഷ്യ തങ്ങളുടെ അത്യാധുനിക ആണവ അന്തർവാഹിനിയായിട്ടുള്ള ഖബറോവ്സ്ക് വൈറ്റ് സീയിൽ വിജയകരമായിട്ട് പരീക്ഷണാർത്ഥം സമുദ്രത്തിൽ ഇറക്കിയിരിക്കുകയാണ്. ലോകത്തിലെ ഏതൊരു സമുദ്ര പ്രതിരോധ സംവിധാനത്തെയും ഒറ്റ നിമിഷം കൊണ്ട് നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള ഒരു പോസിഡോൺ എന്ന ഡ്രോൺ ടോർപിഡോകൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ ഒരു അന്തർവാഹിനി കപ്പൽ എന്ന് പറയുന്നത്, റഷ്യയുടെ ഒരു പടക്കപ്പൽ എന്ന് പറയുന്നത്. എന്തായാലും 2010 അമേരിക്ക ഏകപക്ഷീയമായിട്ട് ആന്റി ബലസ്റ്റിക് മിസൈൽ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയപ്പോൾ മുതൽ സ്വന്തം പരമാധികാരവും അതിർത്തികളും സംരക്ഷിക്കാൻ റഷ്യ ആരംഭിച്ച തന്ത്രപ്രധാനമായിട്ടുള്ള ഗവേഷണങ്ങളുടെ പരമോന്നത വിജയമാണ് ഇന്ന് ലോകം കാണുന്നത്. 2010 ആ ഒരു സംഭവം നടന്നത്. ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് അതിന് പണി കഴിപ്പിക്കാൻ വേണ്ടി റഷ്യ തുനിഞ്ഞിറങ്ങുന്നത്. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ആകെ നാശത്തിലായിരിക്കുന്ന അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇറാന്റെ ആ ഒരു പരീക്ഷണാർത്ഥം വലിയ ഒരു വിജയം കൈവരിച്ചിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാങ്കേതിക മേധാവിത്വ വാദങ്ങൾക്കുള്ള വ്യക്തവും ശക്തവുമായിട്ടുള്ള മറുപടിയാണ് റഷ്യ ഇതിലൂടെ നൽകിയിരിക്കുന്നത്. ഏകദേശം 10,000 ടൺ സ്ഥാനചലനവും 1 ബില്യൺ പൗണ്ട് നിർമ്മാണ ചെലവുമുള്ള ഖബറോവ്സ്ക് സമുദ്ര ഉപരിതലത്തിന് താഴെ റഷ്യ കെട്ടിപ്പടുത്ത അജയ്യമായിട്ടുള്ള ഒരു കോട്ടയാണ്. സമുദ്രത്തിന്റെ 3280 അടി, അതായത് 1000 മീറ്റർ ആഴത്തിൽ വരെ സുഖമായിട്ട് സഞ്ചരിക്കാൻ ഈ ആണവ നൗകയ്ക്ക് സാധിക്കും എന്നുള്ളതാണ്. പരമ്പരാഗത കപ്പൽ വിരുദ്ധ മിസൈലുകളും കര ആക്രമണ ആയുധങ്ങളും വഹിക്കുന്നതിനൊപ്പം തന്നെ റഷ്യയുടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന 6 പോസിഡോൺ ന്യൂക്ലിയർ ടോർപിഡോകൾ വഹിക്കാനും ഇതിന് കഴിയും എന്നതുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അമേരിക്കയും പെന്റഗണിനെയും ഒരേപോലെ ഞെട്ടിക്കുന്ന ഒരു കാര്യവും. ശത്രു രാജ്യങ്ങളുടെ റഡാറുകൾക്കും സോനാറുകൾക്കും കണ്ടെത്താൻ കഴിയാത്ത വിധം ശബ്ദരഹിതമായി സഞ്ചരിക്കാനുള്ള റഷ്യൻ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വന്തം തീരങ്ങൾ സുരക്ഷിതമാക്കാനും എതിരാളികളുടെ അനാവശ്യ നീക്കങ്ങളെ സമുദ്ര അതിർത്തികളിൽ നിന്ന് തടയാനും റഷ്യക്ക് ഇതിലൂടെ സാധിക്കുന്നു. റഷ്യ രാഷ്ട്രത്തലവൻ വ്ളാഡിമിർ പുടിൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പോസിഡോൺ ടോർപിഡോകളെ നിലവിലുള്ള ഒരു പാശ്ചാത്യ വ്യോമ സമുദ്ര പ്രതിരോധ സംവിധാനത്തിലും തടയാൻ സാധിക്കുകയില്ല. ഏകദേശം 65 മുതൽ 80 അടി വരെ നീളവും 6.5 അടി വ്യാസവുമുള്ള ഒരു കൂറ്റൻ ഡ്രോൺ ടോർപിഡോയ്ക്ക് 10,000 കിലോമീറ്ററിലധികം ദൂരപരിധി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സമുദ്രത്തിന്റെ അതിരൂക്ഷമായിട്ടുള്ള ആഴങ്ങളിൽ അതിവേഗത്തിൽ സഞ്ചരിക്കാനുള്ള റഷ്യൻ ശാസ്ത്രജ്ഞരുടെ മിടുക്ക് ഇതിന്റെ നിർമ്മാണത്തിൽ വ്യക്തമാണ്. ഇതാണ് ഭയപ്പെടുത്തുന്നത്. പശ്ചിമേഷ്യ ഇപ്പോൾ വല്ലാത്ത ഭയത്തിലാണ്. കാരണം ഇറാനൊപ്പം റഷ്യ ഇറങ്ങുകയാണ്. ഇനി ഈ പോസിഡോൺ വിക്ഷേപിക്കപ്പെട്ടാൽ അത് ശത്രുക്കളുടെ തീരപ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്ന തരംഗങ്ങളും അതിനുശേഷമുള്ള പ്രതിരോധ തകർച്ചയും ശത്രുക്കൾക്ക് നിമിഷങ്ങൾക്കകം തിരിച്ചടിയാകുമെന്നാണ് പറയുന്നത്. റഷ്യക്ക് നേരെ ഉയർന്നേക്കാവുന്ന ഏതൊരു ഭീഷണിയും അല്ലെങ്കിൽ ആ മുളയിലെ നുള്ളാൻ കഴിയും എന്ന രീതിയിലാണ് ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത്, അതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വേവ് യഥാർത്ഥ അന്ത്യദിനായുധം എന്ന് വിശേഷിപ്പിച്ച ഈ ഒരു പോസിഡോൺ എന്ന് പറയുന്നത് റഷ്യൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള തന്ത്രപ്രധാന പ്രതിരോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചരിത്രത്തിലുടനീളം വിദേശ ശക്തികളുടെ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ള റഷ്യ തങ്ങളുടെ സ്വയം പ്രതിരോധ ശേഷി ലോകത്ത് ആർക്കും തകർക്കാൻ കഴിയാത്ത വിധം ശക്തമാക്കുക മാത്രമാണ് ചെയ്തത്. പാശ്ചാത്യ വിശകലന വിദഗ്ധർ ഇതിന്റെ ഒരു വിനാശ ശേഷിയെക്കുറിച്ച് ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട് എങ്കിലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിറ്ററൻസ് അഥവാ എതിരാളികളെ
അനാവശ്യമായ യുദ്ധങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള അത്യാധുനിക ആയുധമായിട്ടും കാണിക്കുന്നുണ്ട്. ഇനി കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായിട്ട് അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കയും നാറ്റോ സഖ്യവും നടത്തിവന്ന ഏകപക്ഷീയമായിട്ടുള്ള ശക്തി പ്രകടനങ്ങൾക്ക് തടയിടാൻ റഷ്യയുടെ ഈ ഒരു പുതിയ പരീക്ഷണം വഴി സാധിച്ചു എന്നുള്ളതാണ്. റഷ്യൻ സാങ്കേതിക വിദ്യ പിന്നോക്കമാണെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രചാരണങ്ങളെ അനായാസം കാറ്റിൽ പറത്തുന്നതാണ് ഈ പറയുന്ന ഒരു വിജയം എന്ന് പറയുന്നത്. ഒരു വലിയ പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. എന്തായാലും സമുദ്രത്തിനടിയിലെ റഷ്യയുടെ ഈ ഒരു സമാനതകളില്ലാത്ത പ്രഹരശേഷി ആഗോള സൈനിക തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അനാവശ്യമായിട്ട് റഷ്യൻ അതിർത്തികളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന ഏതൊരു വിദേശ ശക്തിക്കും ഒരു വലിയ മുന്നറിയിപ്പാണ് നീക്കം എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ആകെ ഞെട്ടിയിരിക്കുകയാണ് അമേരിക്ക. എന്തായാലും ഹൈപ്പർസോണിക് മിസൈലുകളിലും ആണവ അന്തർവാഹിനികളിലും റഷ്യ കൈവരിച്ച ഈ ഒരു വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം വരുംകാല ആഗോള രാഷ്ട്രീയത്തിൽ റഷ്യയുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നാക്കി മാറ്റുകയും ചെയ്യും. ഇനി സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിശബ്ദമായിട്ട് കാവൽ നിൽക്കുന്ന ഖബറോവ്സ്കും പോസിഡോണും റഷ്യൻ സൈനിക ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലുകളാണ്. പാശ്ചാത്യ ഉപരോധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് സ്വന്തം പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ സമുദ്രത്തിലെ രാജാവായിട്ട് റഷ്യ മാറുമ്പോൾ അജയ്യമായിട്ടുള്ള ആഗോള വൻശക്തിയായിട്ട് റഷ്യ വീണ്ടും നിലയുറപ്പിക്കുകയാണ്. ഇവിടെയാണ് ഇറാന്റെ ഒരു മേൽക്കൈ വരുന്നത്. ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക സാങ്കേതിക ഉപരോധങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞാണ് ഇറാനും റഷ്യയും മുന്നോട്ട് പോകുന്നത്. ഇവിടെ റഷ്യ കൊണ്ടുവന്നിരിക്കുന്ന ഈ പരീക്ഷണം ഇറാന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ മേൽക്കൈ ഉണ്ടാക്കുന്നതാണ്. കാരണം റഷ്യ പിന്നിലുണ്ട് എന്നുള്ളൊരു ഭയം കൂടി ഇപ്പോൾ അമേരിക്കയ്ക്കുണ്ട്. നേരത്തെ ഇറാന്റെ ഈ ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇറാന്റെ ആക്രമണത്തിൽ അമേരിക്ക അക്ഷരാർത്ഥത്തിൽ തോറ്റ് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇനി ഏതെങ്കിലും തരത്തിൽ ആ യുദ്ധത്തെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറത്തായിട്ട് അല്ലെങ്കിൽ ഒരു മറുവശത്തായിട്ട് റഷ്യയുടെ ഈ ഒരു വലിയ പരീക്ഷണം അവരെ ആ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കാത്തത്. എന്തായാലും ഉപരോധങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ആഭ്യന്തര ഗവേഷണങ്ങളെ തളർത്തിയില്ല എന്ന് മാത്രമല്ല, അവർ പരസ്പരം സാങ്കേതിക വിദ്യകൾ കൈമാറാൻ ഇത് കാരണമാവുകയും ചെയ്തു. അമേരിക്കൻ ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ ഇരു രാജ്യങ്ങളും ഇറാനും റഷ്യയും ഒന്നിച്ചൊരു പുതിയ സാമ്പത്തിക സൈനിക അച്ചുതണ്ട് രൂപീകരിച്ചിരിക്കുകയാണ്. അവിടെ ചൈനയും ഉണ്ട്. എന്തായാലും റഷ്യ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഔദ്യോഗികവും അല്ലാത്തതുമായിട്ടുള്ള സൈനിക ഗ്രൂപ്പുകളെ ഉപയോഗിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് വഴിയാണ് അമേരിക്കയെ പ്രതിരോധിക്കുന്നത്. എന്തായാലും ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, ഇറാഖിലെ ഷിയ മിലിഷ്യകൾ എന്നിവർക്ക് ഇറാൻ നൽകുന്ന ആയുധങ്ങളും പരിശീലനങ്ങളും അതുപോലെ തന്നെ ചെങ്കടലിലും പശ്ചിമേഷ്യയിലുമുള്ള അമേരിക്കൻ കപ്പലുകൾക്കും താവളങ്ങൾക്കും നിരന്തര ഭീഷണിയാണ്. റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരമുള്ള ഒരു രാജ്യം കൂടിയാണ്. എന്നാൽ മറുവശത്ത് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ വേഗത്തിലാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര ആണവ കരാറുകളിൽ നിന്നും വ്യതിചലിച്ച് യുറേനിയ സമ്പുഷ്ടീകരണം വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇറാൻ ഒരു ആണവ ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് തിരിച്ചടിയാകും. ഇതിനായിട്ട് റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് ആണവ ഉപഗ്രഹ സാങ്കേതിക വിദ്യകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് പോലും അമേരിക്ക ഇപ്പോൾ ഭയപ്പെടുകയാണ്. അമേരിക്ക അത് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇറാൻ തങ്ങളുടെ വ്യോമസേനയെ അത്യാധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് റഷ്യയിൽ നിന്ന് 4+ ജനറേഷൻ യുദ്ധവിമാനങ്ങളായിട്ടുള്ള സുഖോയ് 35 വാങ്ങാൻ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ റഷ്യയുടെ വിഖ്യാതമായിട്ടുള്ള S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇറാനിലേക്ക് എത്തുന്നതോടെ ഇറാന്റെ വ്യോമാതിർത്തി ഭേദിക്കുക എന്നത് അമേരിക്കൻ ഇസ്രയേൽ വ്യോമസേനകൾക്ക് അസാധ്യമായിട്ട് മാറും. അതായത് അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കും. റഷ്യ ആർട്ടിക് മേഖലയിലും വടക്കൻ സമുദ്രപാതകളിലും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുമ്പോൾ ഇറാൻ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം കയ്യിൽ വെച്ചിരിക്കുന്നു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന ഈ കടലിടുക്ക് പൂട്ടാൻ ഇറാന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ യുദ്ധത്തിന്റെ വലിയ വിജയം എന്ന് പറയുന്നത്. ഇനി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും ആഗോള ഇന്ധന വിപണിയും ഒരേപോലെ തകിടം മറിക്കാൻ പോകുന്ന ആയുധമാണ് ഇപ്പോൾ റഷ്യ പുറത്തിറക്കിയിരിക്കുന്നത്. റഷ്യയും ഇറാനും തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള ഇന്റലിജൻസ് വിവരങ്ങളും കൈമാറുന്നുണ്ട്. അമേരിക്കൻ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാൻ റഷ്യൻ ഉപഗ്രഹങ്ങൾ ഇറാനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ലോകത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള സൈബർ ആക്രമണ ശേഷിയുള്ള രാജ്യങ്ങൾ കൂടിയാണ് ഇറാനും റഷ്യയും എന്ന് പറയുന്നത്. അമേരിക്കൻ സർക്കാർ സംവിധാനങ്ങൾ, ബാങ്കുകൾ, പവർ ഗ്രിഡുകൾ, നേരത്തെ ഇരു രാജ്യങ്ങളും നടത്തുന്ന സൈബർ യുദ്ധങ്ങൾ, അപ്പോൾ വലിയ സുരക്ഷാ ഭീഷണിയാണ് ഇരു രാജ്യങ്ങൾക്കും ഉയർത്തുന്നത്. ഇതിന് പുറമെയാണ് ഇപ്പോൾ റഷ്യയുടെ ആ ഒരു വലിയ പരീക്ഷണം നടന്നതും ഒരു വലിയ ഒരു വിജയം അതിൽ കൈവരിച്ചതും.